അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി UGC നെറ്റ് 120 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9778826292. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൊമേഴ്സ് സബ്ജക്റ്റിലെ ഇൻകം ടാക്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇൻകം ടാക്സിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ്, അതുപോലെ തന്നെ ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് അവോയ്ഡൻസ് പോലുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. അതുകൂടാതെ TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ടാക്സ് പ്ലാനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടാക്സ് പ്ലാനിങ് is a way to reduce tax liability by taking full advantages provided by the Act through various exemptions, deductions, rebates and relief. In other words, it is a way to reduce tax liability by applying script and moral of law. അതായത് നിയമത്തിന്റെ ആ ഒരു മോറൽ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ടാക്സ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഒരിക്കലും ടാക്സ് വെട്ടിക്കുന്നതല്ല ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം ടാക്സ് അതോറിറ്റി അഥവാ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ആനുവൽ ബജറ്റ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ആനുവൽ ബജറ്റിൽ പറയും വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനെ എക്സംഷൻസ് ഉണ്ട്, ഡിഡക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത്തരത്തിലുള്ള എക്സംഷൻസും ഡിഡക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, നിയമപരമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുന്നതിനെ, ആ ക്ലെയിം ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അൺഎത്തിക്കൽ അല്ല. ഓക്കെ, സോ ടാക്സ് പ്ലാനിങ് ഇസ് എ വേ ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി. നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ, മാക്സിമം ടാക്സ് അടയ്ക്കണമെന്നാണോ, ടാക്സ് പരമാവധി കുറയ്ക്കണം എന്നുള്ളതാണോ, ടാക്സ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ആ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തട്ടിപ്പിലൂടെയും ചെയ്യാൻ പറ്റും, നിയമപരമായിട്ടും ചെയ്യാൻ പറ്റും. നിയമപരമായിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബൈ ടേക്കിംഗ് ഫുൾ അഡ്വാൻറ്റേജസ് പ്രൊവൈഡഡ് ബൈ ദ ആക്ട്. ഓക്കെ, നമ്മളുടെ ഫിനാൻസ് ആക്ട്, എല്ലാ വർഷവും ഫിനാൻസ് ആക്ട് വരാറുണ്ട്. ആ ഫിനാൻസ് ആക്ടിൽ പുതിയ ബജറ്റിൽ എന്ത് വരാറുണ്ട്, നമുക്ക് ടാക്സിലുള്ള എക്സംഷൻസും ഇളവുകളൊക്കെ അനുവദിക്കുന്നുണ്ട്. ആ അനുവദനീയമായിട്ടുള്ള ഇളവുകളെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സംഷൻസ് ഉണ്ട്, ഡിഡക്ഷൻസ് ഉണ്ട്, റിബേറ്റ്സ് ഉണ്ട്, റിലീഫ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഇത് ക്ലെയിം ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സയന്റിഫിക് പ്ലാനിങ് സോ ആസ് ടു അട്രാക്ട് മിനിമം ടാക്സ് ലയബിലിറ്റി ഓർ postponement of tax liability for the subsequent period by availing various incentives, concession, allowance, rebate and relief provided in the act. നമുക്ക് ഒരുപാട് റിബേറ്റുകൾ അതൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിന്റെ ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു സാലറീഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സാലറീഡ് പേഴ്സണെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ ഉണ്ട്. അത് എത്ര ചെയ്യാൻ പറ്റും, 50,000 ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിലുള്ള അസസ്മെന്റ് ഇയറിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 50,000 എന്നുള്ള ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 70,000 അത് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അത് വരാൻ പോകുന്ന അസസ്മെന്റ് ഇയറിലേക്കുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്, 50,000 ആണ്. അറ്റ് പ്രസന്റ് അസസ്മെന്റ് ഇയർ, ദാറ്റ് ഈസ് 2024-25 അസസ്മെന്റ് ഇയറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക 50,000 ആണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. പുതിയ ബജറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ ഇറ്റ് ഈസ്, അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 7 lakh rupees സാലറി മേടിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ചെയ്യാം. അപ്പം നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എത്രയായിട്ട് കുറഞ്ഞു, ആ 7 lakh എന്നുള്ള ടോട്ടൽ ഇൻകം എന്നുള്ളത് 6,50,000 ആയിട്ട് കുറഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, ആ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ടെന്ന് വിചാരിച്ചു, ആ ഇൻഷുറൻസ് എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ഹൗസ് റെന്റ് അലവൻസിൽ ചില എക്സംഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ആക്ച്വലി കിട്ടുന്ന ഹൗസ് റെന്റ് അലവൻസ് എത്രയാണോ അതുമേൽ ഫുള്ള് ടാക്സ് അടയ്ക്കേണ്ട, ടോട്ടൽ ഇൻകം ഫ്രം സാലറി കാണുന്ന സമയത്ത് ഹൗസ് റെന്റ് അലവൻസിൽ ചെറിയ ഇളവ് നമുക്ക് കിട്ടുന്നു. സോ ഈ ഇളവുകളെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നതല്ല, ടാക്സ് വെട്ടിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ ഇതിനാണ് ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്താണ് ടാക്സ് ഇവേഷൻ. അപ്പോൾ ഇതിന് നേരെ വിപരീതമാണ് എന്ത്, ടാക്സ് ഇവേഷൻ. എന്താണ് ടാക്സ് ഇവേഷൻ? ടാക്സ് ഇവേഷൻ ഈസ് ദ ഇലീഗൽ വേ ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ബൈ ഡെലിബറേറ്റ്ലി സപ്രസിംഗ് ഇൻകം ഓർ സെയിൽ ഓർ ബൈ ഇൻക്രീസിംഗ് എക്സ്പെൻസസ് എക്സെട്ര. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, മനഃപൂർവ്വം ടാക്സ് വെട്ടിക്കുന്നതാണ്, അത് നിയമത്തിനെതിരാണ്, അതെന്താണ്, ഒഫൻസ് ആണ്. ഓക്കെ, സോ ടാക്സ് ഇവേഷൻ ഈസ് ദ ഇലീഗൽ വേ ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ബൈ ഡെലിബറേറ്റ്ലി സപ്രസിംഗ് ഇൻകം. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ഇൻകം കുറച്ച് കാണിക്കുന്നു,
അതല്ലെങ്കിൽ സെയിൽ ഓർ ബൈ ഇൻക്രീസിങ് എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ എക്സ്പെൻസ് സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടി കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. സോ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഓക്കെ, സോ വിച്ച് റിസൾട്ട്സ് ദ റിഡക്ഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകം എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇൻകം കുറക്കാൻ അഥവാ ടാക്സബിൾ ഇൻകം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻകം കിട്ടിയത് ആക്ച്വലി കിട്ടിയ ഇൻകം നമ്മൾ കാണിക്കില്ല, അതിനേക്കാൾ കുറച്ച് ഇൻകം കാണിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ചില ആളുകളൊക്കെ ഉണ്ട്, സ്ഥലം വിൽക്കുകയാണെങ്കിൽ സ്ഥലം വിൽക്കുന്നതിൻ്റെ യഥാർത്ഥ വില എന്തിൽ കാണിക്കില്ല, ഇൻകത്തിൽ കാണിക്കില്ല. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 4 ലക്ഷം രൂപക്കാണ് ഒരു സെന്റ് വിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ എത്ര കാണിക്കുള്ളൂ, 2-2.5 ലക്ഷം രൂപയാണ് കാണിക്കുള്ളൂ. അത്ര അക്കൗണ്ട് ബാങ്കിലേക്ക് ആ എമൗണ്ടേ മേടിക്കുള്ളൂ, ബാക്കി എന്ത് ചെയ്യും, പൈസയായിട്ട് ബൈ ക്യാഷ് ആയിട്ട് മേടിക്കുന്ന ആളുകളുണ്ട്. സോ ഇതൊക്കെ എന്താണ്, നിയമപരമായിട്ട് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടാക്സ് ഇവേഷൻ. അതെന്താണ്, ഒഫൻസ് ആണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. സോ ടാക്സ് ഇവേഷൻ എന്താണ്, ടാക്സ് പ്ലാനിങ് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടി. സോ ടാക്സ് ഇവേഷൻ ഈസ് ഇല്ലീഗൽ, അത് ഇല്ലീഗലാണ്, ബോത്ത് ഇൻ സ്ക്രിപ്റ്റ് ആൻഡ് മോറൽ. It is the cancer of modern society and work as a clog in the development of the nation. നമ്മുടെ രാജ്യത്തിന് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ത്, ഈ പറയുന്ന ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. കാരണം രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തിന് തടയിടുന്ന ഒരു പ്രവണതയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അൺഎത്തിക്കലാണ്, ഇല്ലീഗലാണ്, ഒഫൻസിബിൾ ആണ്. ഓക്കെ, സോ ടാക്സ് അവോയ്ഡൻസ്. അപ്പോൾ ടാക്സ് ഇവേഷനും പഠിച്ചു, ടാക്സ് പ്ലാനിങ്ങും പഠിച്ചു. ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അധീനതയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, എക്സംഷൻസ് ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് പക്ക എത്തിക്കലാണ്. ടാക്സ് ഇവേഷനോ അത് പ്യൂർലി അൺഎത്തിക്കലാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അൺഎത്തിക്കൽ മാത്രമല്ല, അതെന്താണ്, ഒഫൻസ് ആണ്, എന്താണ്, നമ്മൾ തെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു കുറ്റമാണ്, ഇല്ലീഗലാണ്. എന്നാൽ വാട്ട് ഈസ് ടാക്സ് അവോയ്ഡൻസ്, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ടാക്സ് അവോയ്ഡൻസ്. ഓക്കെ, tax avoidance is an exercise by which the assessee legally takes advantage of loopholes in the act. നമ്മളുടെ ആക്ടിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഓക്കെ, ആ ലൂപ്പ് ഹോൾസ് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് അവോയ്ഡൻസ്. ടാക്സിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിയമത്തിനെ വയലേറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിയമത്തിലെ ചില പഴുതുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന ഒരു പ്രവണതയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് അവോയ്ഡൻസ്. ഇതെന്തല്ല, ഇല്ലീഗൽ അല്ല. ഇല്ലീഗൽ അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ നിയമത്തിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, നിയമത്തിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ടാക്സ് അവോയ്ഡൻസ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ബെൻഡിങ് ദ ലോ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്നതെന്നുള്ളൂ, എന്ത് ചെയ്യുന്നില്ല, നിയമത്തിന് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. ഇതിനാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ വേ ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ബൈ അപ്ലൈയിങ് സ്ക്രിപ്റ്റ് ഓഫ് ലോ ഓൺലി. മോസ്റ്റ് ഓഫ് ദ അമെൻഡ്മെന്റ്സ് ആർ എയിംഡ് ടു കർബ് സച്ച് ലൂപ്പ് ഹോൾസ്. There are two thoughts about tax avoidance. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും എന്ത് വരാറുണ്ട്, അമെൻമെന്റ്സ് വരാറുണ്ട് അല്ലേ. ടാക്സിൽ, ഇൻകം ടാക്സിലും അതുപോലെ തന്നെ GST-യിലൊക്കെ ഭേദഗതികൾ വരാറുണ്ട്. എന്തിനാണ് ഭേദഗതി വരുന്നതിന് വേണ്ടിയിട്ടാണ്, ചില ആളുകൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ടാക്സ് വെട്ടിക്കുന്നു. ആ വെട്ടിക്കുന്നത് ആര് മനസ്സിലാക്കുന്നു, ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ആ പഴുത് അടച്ചുകൊണ്ട് പുതിയ എന്ത് ചെയ്യും, നിയമം കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിനും പഴയ നിയമത്തിലാണ് നമ്മൾ ടാക്സ് ഇതുപോലെ അവോയ്ഡ് ചെയ്തതെങ്കിൽ നമുക്ക് ഒഫൻസബിൾ ഒന്നും അല്ല, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, നമുക്ക് നിയമ നടപടി നേരിടേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഭേദഗതി വന്നിട്ടാണ് വീണ്ടും നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് മാറി, അത് ടാക്സ് ഇവേഷൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ടാക്സ് അവോയ്ഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ അല്ല, പക്ഷെ എന്താണ്, അത് നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവണതയാണ് എന്ത്, ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ടാക്സ് അവോയ്ഡൻസ് ചെയ്യാറുണ്ട്. സോ ഇനി ഇതിന് ജസ്റ്റ് ഒരു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ടാക്സ് പ്ലാനിങ് പഠിക്കാനായിട്ട്, ടാക്സ് അവോയ്ഡൻസ് പഠിക്കാനായിട്ട്, ടാക്സ് ഇവേഷൻ ഉണ്ട്, ടാക്സ് മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡെഫിനിഷൻ: ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലീഗലി റെഡ്യൂസസ് ടാക്സ് യൂസിങ് എക്സംഷൻസ് എക്സെട്ര. അതായത് നിയമത്തിന്റെ അധീനതയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, അതിന് എക്സംഷൻസ് ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രയോജനപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടാക്സ് പ്ലാനിങ്. ദെൻ വാട്ട് ഈസ് ടാക്സ് അവോയ്ഡൻസ്? ലീഗൽ യൂസ് ഓഫ് ലൂപ്പ് ഹോൾസ് ടു റെഡ്യൂസ് ടാക്സ്. ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്നത്, നിയമത്തിന്റെ പഴുതുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അതാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഇവേഷനിലേക്ക് വരണയാണെങ്കിൽ ഇറ്റ് ഈസ് ഇലീഗൽ മെത്തേഡ് ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി. അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്
ഏത് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടാക്സ് മാനേജ്മെന്റ്? ഫോളോസ് ലോസ് ടു മാനേജ് ടാക്സ് ഒബ്ലിഗേഷൻ. അതായത് നമ്മൾ കൃത്യസമയത്ത് ടാക്സ് അടയ്ക്കുക, അത് മാനേജ് ചെയ്യുന്നതാണ്. അതായത് കൃത്യമായിട്ട് അസസ്മെന്റ് പ്രൊസീജിയർ നടത്തുക, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക, ടാക്സ് പേയ്മെന്റ് നടത്തുക. ആ പ്രൊസീജിയർ എന്താണോ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടാക്സ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അഡ്ഹിയേഴ്സ് ടു ലോ വിത്തിൻ എ മോറൽ ഫ്രെയിംവർക്ക്. അതായത് നമ്മളൊരു മോറൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരിക്കലും ആ മൊറാലിറ്റിക്ക് എതിരല്ല, ഓക്കെ, അൺഎത്തിക്കലല്ല, എത്തിക്കലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ടാക്സ് അവോയ്ഡൻസിലേക്ക് പറയുകയാണെങ്കിൽ, ബെൻസ് ലോ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ടാക്സ് അവോയ്ഡൻസ് ആണ് ബെൻസ് ലോ വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അത് ഇല്ലീഗൽ ആണോ? അല്ല, ഇല്ലീഗൽ ഒന്നുമല്ല, ലീഗൽ തന്നെയാണ്. നിയമത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒടിക്കുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള മാത്രം. ദെൻ ടാക്സ് ഇവേഷനിലേക്ക് പറയുകയാണെങ്കിൽ, വയലേറ്റ് ബോത്ത് ദ ലീഗൽ ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്. അതായത് ലീഗൽ സ്റ്റാൻഡേർഡും മൊറാലിറ്റിക്കും എതിരായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ദെൻ കം ടു ടാക്സ് മാനേജ്മെന്റ്. അതിന്റെ ഫീച്ചറിലേക്ക് പറയുകയാണെങ്കിൽ, എക്സിക്യൂട്ട് ടാക്സ് പോളിസീസ് ഇൻ കോംപ്ലിയൻസ് വിത്ത് ലോ. എന്താണോ നിയമം പറയുന്നത്, നിയമത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ടാക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു കമ്പാരിസൺ ഏകദേശം ടാക്സ് പ്ലാനിങ്ങും അവോയ്ഡൻസും ഇവേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു ഡിഫറൻസിലേക്ക് നമുക്ക് നോക്കാം. കം ടു ഒബ്ജക്റ്റീവ്. എന്താണ് ലക്ഷ്യം? ടാക്സ് പ്ലാനിങ്ങിന്റെ ലക്ഷ്യം എന്താണ്? റെഡ്യൂസ് ടാക്സ് വിത്തിൻ ലോ ആൻഡ് എത്തിക്സ്. അതായത് എത്തിക്സ് പ്രകാരം, എത്തിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. കം ടു ടാക്സ് അവോയ്ഡൻസ്, മിനിമൈസ് ടാക്സ് യൂസിങ് ലീഗൽ ലൂപ്പ് ഹോൾസ്. നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് as ടാക്സ് അവോയ്ഡൻസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ടാക്സ് ഇവേഷൻ ചെയ്യുന്നവരുടെ ലക്ഷ്യം എന്താണ്? റെഡ്യൂസ് ടാക്സ് ഇലീഗലി ടാക്സ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതാണ് അവരുടെ ലക്ഷ്യം. ടാക്സ് മാനേജ്മെന്റ് ചെയ്യുന്നവരുടെ ലക്ഷ്യം എന്താണ്? കംപ്ലൈ വിത്ത് ടാക്സ് ലോ. എന്താണോ നിയമം, ആ നിയമത്തിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണത് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ കം ടു അപ്രോച്ച്. അപ്രോച്ച് എന്താണ്? ഫോർവേഡ് ആണ്, ലുക്കിംഗ് ലോങ് ടേം. നമുക്ക് ഈ നിയമം ഉള്ളിടത്തോളം കാലം ഈ എക്സംഷൻസും ഡിഡക്ഷൻസ് ഒക്കെ നമ്മളുടെ ഇൻകം ടാക്സ് അതോറിറ്റി ആനുവൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റിലേക്ക് അനുവദിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ എക്സംഷൻ ഒക്കെ ക്ലെയിം ചെയ്ത് പോകാം. അപ്പോൾ നമുക്കറിയാം 80C, 80CCC, അതുപോലെ തന്നെ 80D എന്നൊക്കെ പറഞ്ഞ ഡൊണേഷൻ്റെ ഒരുപാട് എക്സംഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. നമുക്കത് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പോകാം. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, പെട്ടെന്ന് അത് നിർത്താൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, ഫോർവേഡ് ലുക്കിംഗ് ആണ്, ലോങ് ടേം ആണ്, നമുക്ക് വീണ്ടും പ്രയോജനപ്പെടുത്താം. എന്നാൽ ടാക്സ് അവോയ്ഡൻസിലേക്ക് പറയുകയാണെങ്കിൽ, ഇറ്റ് മേ ബി ഷോർട്ട് ടേം, എക്സ്പ്ലോയിറ്റ് ലീഗൽ ലൂപ്പ് ഹോൾസ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ, ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. ഇല്ലീഗൽ അല്ല, ലീഗൽ തന്നെയാണ്, ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൂപ്പ് ഹോൾസിലൂടെ ചില ആളുകൾ ടാക്സ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു എന്ന് ഇൻകം ടാക്സ് അതോറിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ലൂപ്പ് ഹോൾ അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് അധികം നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് വർഷങ്ങളോളം പോകാനായിട്ട് പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവർ അമെൻമെന്റ് വരുത്തിയിട്ട് ടാക്സിലെ ഭേദഗതികൾ വരുത്തിയിട്ട് അത് അവർ ലൂപ്പ് ഹോൾസ് ഒക്കെ അടയ്ക്കും. ഓക്കെ, കം ടു ടാക്സ് ഇവേഷൻ, റെട്രോസ്പെക്റ്റീവ് ഇല്ലീഗൽ ആക്ഷൻ. അതെന്താണ്, അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, നിയമത്തിനെതിരാണ്. then comes to ടാക്സ് മാനേജ്മെന്റ്, ഓൺഗോയിങ് മാനേജസ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടാക്സ് ഒബ്ലിഗേഷൻ. എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് മാനേജ് ചെയ്തു പോകുന്നതിനാണ് വിളിക്കുന്നത് ടാക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കമ്പാരിസൺ. ദെൻ അടുത്ത നമുക്ക് നോക്കാം ബെനഫിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടാക്സ് പ്ലാനിങ് ലോങ് ടേം ബെനിഫിറ്റ് ആണ്. നമുക്ക് ഒരുപാട് നാളത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ടാക്സ് അവോയ്ഡൻസിലേക്ക് പറയുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ബെനിഫിറ്റ് ആണ്. ടാക്സ് ഇവേഷനിലേക്ക് പറയുകയാണെങ്കിൽ നോ ബെനിഫിറ്റ്സ് ലീഡ് ടു പെനാൽറ്റി. പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, പിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബെനിഫിറ്റ് കിട്ടി. പക്ഷെ എന്താണ്, നമ്മളെ സംബന്ധിച്ച് അവർ പിടിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പിടിച്ചു കഴിഞ്ഞാൽ ലീഡ്സ് ടു പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. ടാക്സ് മാനേജ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യസമയത്ത് ടാക്സ് അടയ്ക്കുക. ടാക്സ് അടയ്ക്കുന്നതിലൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ അതുപോലെ തന്നെ പെനാൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതിനാണ് ഇത് വിളിക്കുന്നത് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
ഇതിനടുത്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ലോ. നിയമത്തിന്റെ അണ്ടറിലേക്ക് വരണയാണെങ്കിൽ യൂസസ് ബെനിഫിറ്റ്സ് വിത്തിൻ ദ ലോ. നിയമത്തിലുള്ള ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രയോജനപ്പെടുത്തുന്നു. കം ടു ടാക്സ് അവോയ്ഡൻസ്, എക്സ്പ്ലോയിറ്റ് ലീഗൽ ലൂപ്പ് ഹോൾസ്. നിയമത്തിലെ ലൂപ്പ് ഹോൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പരമാവധി പ്രയോജനപ്പെടുത്തുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ടാക്സ് ഇവേഷനിലേക്ക് വരണയാണെങ്കിൽ ഓവർ റൂൾസ് ലോ. ലോയുടെ മേളിൽ നമ്മൾ മറികടക്കുന്നു, അതായത് നിയമത്തിനെതിരായിട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓവർ റൂൾസ് ദ ലോ. അതിനാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ടാക്സ് മാനേജ്മെന്റിലൊക്കെ പറയുകയാണെങ്കിൽ ഇംപ്ലിമെന്റ്സ് ദ ലോ. എന്താണല്ലോ ആ നിയമത്തിന് അനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പോകുന്നതിനാണ് വിളിക്കുന്നത് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, പ്രാക്ടീസിലേക്ക് പോവുകയാണെങ്കിൽ, ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ടാക്സ് സേവിങ് ആണ്. ഓക്കെ, ടാക്സ് അവോയ്ഡൻസ് എന്ന് വെച്ചാൽ ഒരു ഹെഡ്ജിങ് ആണ്. അതൊരു ഗെയിമിലൂടെ നമ്മളൊരു കളി പോലെ ചെയ്യുന്നതാണ് എന്ത്, ടാക്സ് ഹെഡ്ജിങ് ആണ്. പക്ഷെ അതേസമയം ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസീൽമെന്റ് ആണ്. സോ ഇതെന്താണ്, ഇവേഷൻ ആണ്. ഓക്കെ, ഇവേഷൻ. ഓക്കെ, സോ ടാക്സ് കൺസീൽമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, മറച്ചു വെക്കുന്നതാണ്. ഇൻകം നമ്മൾ മറച്ചു വെക്കുന്നു. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം ഇൻകം ഉണ്ടാവും, നമ്മൾ എത്രയാണ് 8 ലക്ഷമാണെന്ന് നമ്മൾ പറയുന്നു, 2 ലക്ഷം ഇൻകം മറച്ചു വെക്കുന്നു. സോ അത്തരത്തിലുള്ള പ്രവണതയാണ്, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ആണ് എന്ത്, ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതെന്താണ്, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ടാക്സ് അഡ്മിനിസ്ട്രേറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നീഡ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഡിസൈറബിൾ. ഓക്കെ, അതായത് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈറബിൾ ആണ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതെന്താണ്, ഡിസൈറബിൾ ആണ്. ഡിസൈറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, അത് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പരമാവധി എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഡിസൈറബിൾ ആണ്. ഇതെന്ത് ചെയ്യേണ്ടത്, അവോയ്ഡ് ചെയ്യണം. കാരണം എന്താ, കാര്യം നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ നിയമത്തിനെതിരല്ലെങ്കിൽ അതൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. സോ അത് എന്ത് ചെയ്യലാണ് നല്ലത്, അവോയ്ഡ് ചെയ്യലാണ് നല്ലത്. നമ്മുടെ മൊറാലിറ്റിക്ക് നല്ലത്, എപ്പോഴും നല്ലത് എന്താണ്, അത് അവോയ്ഡ് ചെയ്യലാണ്. ടാക്സ് ഇവേഷനിലേക്ക് വരാണെങ്കിൽ ഒബ്ജക്ഷനബിൾ, അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, നിയമ നടപടി നേരിടും. ദെൻ ടാക്സ് മാനേജ്മെന്റോ, അത് എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ടാക്സ് മാനേജ്മെന്റ്. ദെൻ മൊറാലിറ്റി, ഇത് മോറലാണ് അല്ലേ, അതായത് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് മോറലാണ്. ഇതാണെങ്കിൽ ഈ ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് എന്താണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഇമ്മോറലാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. ഇത് നമ്മളുടെ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. സോ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, എന്താണ് ടാക്സ് പ്ലാനിങ്, എന്താണ് ടാക്സ് അവോയ്ഡൻസ്, അതുപോലെ തന്നെ എന്താണ് ടാക്സ് ഇവേഷൻ, എന്താണ് ടാക്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ അതിന്റെ കമ്പാരിസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനിയും ടാക്സ് പ്ലാനിങ്, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, അങ്ങനെയുള്ള TDS, TCS, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മളുടെ പുതിയ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓണം ഓഫർ, CCയുടെ ഒരു ഓഫർ ഓണം വരുന്നുണ്ട്. UGC നെറ്റിന്റെ 120 ഡേയ്സിന്റെ ഒരു ബാച്ചാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. നെറ്റ് ജനറൽ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ, എക്കണോമിക്സ് ഉണ്ട്, കൊമേഴ്സിന്റെ, മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യസ്ത സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ ജനറൽ പേപ്പറും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു UGC നെറ്റിന്റെ 120 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പരമാവധി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ എക്സാമിനോടനുബന്ധിച്ച് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ മെന്റർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് MCQs നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയൽ, PDF നോട്ട്സ്, MCQs പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ CCയുടെ ഓണം ഓഫർ പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വരാൻ പോകുന്ന ഡിസംബറിൽ വരുന്ന UGC നെറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള 120 ഡേയ്സിന്റെ ക്രാഷ് ബാച്ചാണ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ കം ടു ദ പോയിന്റ്, TDS ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എന്താണ് TDS? ഓക്കെ, it is a measure in which person who are making payment of income are responsible to deduct tax from such income at specified rate and pay only the net amount. TDS നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക ലോട്ടറിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ലോട്ടറി വിൻ ചെയ്യാണെന്ന് വിചാരിച്ചു, 10 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ നമുക്ക് ആര് തരുന്നത്? ഗവൺമെന്റ് ആണ് തരുന്നതെങ്കിൽ ആ ഗവൺമെന്റ് 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് പൈസ ഇട്ട് തരില്ല. ആ 10 ലക്ഷത്തിൽ നിന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 30% TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതിന്റെ അർത്ഥം എന്താണ്? ആ ഇൻകത്തിന്റെ സോഴ്സിന്റെ സമയത്ത് തന്നെ നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും? ടാക്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്യും. സത്യത്തിൽ എപ്പോഴാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? നമുക്ക് ഇൻകം കിട്ടിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി എപ്പോഴാണ് നമ്മൾ നോർമലി ടാക്സ് അടയ്ക്കാറ്?
പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന്മേൽ അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് അടയ്ക്കാറ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 2023-24 ആണ്. അസസ്മെന്റ് ഇയർ ഏതാ? ഇപ്പൊ കറന്റ് 2024-25 ആണ് അല്ലെ. അപ്പൊ 2024-25 നമ്മൾ എന്ത് ചെയ്യും? 2023-24 നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ലോട്ടറി എടുക്കുന്നു. അപ്പൊ 2023-24 പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഓണത്തിന് ഒരു എന്ത് ചെയ്തു? ഒരു ലോട്ടറി എടുത്തു. ഓക്കെ, ആ ലോട്ടറി നിങ്ങൾക്ക് എന്ത് ചെയ്തു? വിൻ ചെയ്തു. വിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 10 ലക്ഷം രൂപ ആണ് വിൻ ചെയ്തതെന്ന് വിചാരിച്ചു. സോ ഇൻകം റൈസ് ചെയ്ത് ഏത് വർഷം? പ്രീവിയസ് ഇയറിലാണ്. ആ പ്രീവിയസ് ഇയറിലെ വരുമാനത്തിന് മേലെ ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴാണ്? അസസ്മെന്റ് ഇയറിലാണ്. അപ്പൊ അത്രയും നാള് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കാനായിട്ട് ലാഗ് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യണത്? ഗവൺമെന്റ് ആണല്ലോ നമുക്ക് ആ 10 ലക്ഷം രൂപ തരുന്നത്. ആ 10 ലക്ഷം തരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ടാക്സിന്റെ ഒരു ഡിഡക്ഷൻ എമൗണ്ട്, ദാറ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞ് 30% അവരെന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. എന്നിട്ടേ നമുക്ക് ബാലൻസ് എമൗണ്ടേ നമ്മളുടെ കയ്യിലേക്ക് തരുള്ളൂ. ഓക്കെ, ഇതിനാണ് എന്ത് വിളിക്കുന്നത്? TDS എന്ന് വിളിക്കുന്നത്. സോ ടാക്സ് ഓർ ഡിഡക്റ്റഡ് കോൾഡ് ആസ് TDS ഷാൽ ബി ഡെപ്പോസിറ്റഡ് വിത്ത് ദ ഗവൺമെന്റ്സ് ട്രഷറി വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നമ്മൾ എന്ത് ചെയ്യണം? TDS നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കുക തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇത് TDS വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ദ പെയർ വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 60. ഇനി ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. TDS ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോമാണ് ഫോം 16 അല്ലെങ്കിൽ ഫോം 16A1 ടു ദ പേയി. ആരാണോ പേയി ആ പേയിക്ക് എന്ത് കിട്ടും? ഈ ഫോം 16 കിട്ടും. ഓക്കെ, ഇത് നോർമലി വരുന്ന സാലറീഡ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇൻകം കിട്ടുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ TDS എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഒരു വ്യക്തിക്ക് വലിയൊരു എമൗണ്ട് ഒരു വർഷം ഒരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയോ സാലറി കിട്ടണമെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ എംപ്ലോയർ, ഇപ്പം ഞാനൊരു കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്യണം? എനിക്ക് എല്ലാ മാസവും സാലറി തരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 1 lakh rupees ആണ് എനിക്ക് ഒരു മാസത്തെ സാലറി എങ്കിൽ ആ 1 lakh rupees നിന്ന് അവരെന്ത് ചെയ്യണം? 10% TDS ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് എനിക്ക് തരാവുള്ളൂ. ഇനി ആ 10 ലക്ഷത്തി ആ 1 ലക്ഷം മാസത്തിൽ ഒരു ലക്ഷമാണ് എൻ്റെ സാലറി എങ്കിൽ ആ 1 ലക്ഷത്തിൽ നിന്ന് 10% ഡിഡക്ട് ചെയ്യുന്ന 10,000 rupees ഡിഡക്ട് ചെയ്തിട്ട് അവരെന്താ ചെയ്യുന്നത്? എൻ്റെ പാൻ നമ്പർ ഉണ്ടല്ലോ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ആ പാൻ നമ്പർ മുഖേന അവരെന്ത് ചെയ്യും? എൻ്റെ പേരിൽ ടാക്സ് അടയ്ക്കും. എൻ്റെ പേരിലാണ് ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, ആ ടാക്സ് അവരടയ്ക്കുന്നു, എൻ്റെ പേരിൽ അടയ്ക്കുന്നു. അവർ ടാക്സ് അടച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് കിട്ടുന്നു? എൻ്റെ പേരിൽ ടാക്സ് അടച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആര് തരും? ആ എൻ്റെ എംപ്ലോയർ എനിക്ക് തരും. ആ സർട്ടിഫിക്കറ്റ് തരുന്നതാണ് ഈ ഫോം 16 അല്ലെങ്കിൽ ഫോം 16A1 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഞാൻ അങ്ങനെ 12 മാസവും ഞാൻ TDS അടച്ചു പ്രീവിയസ് ഇയറിൽ. അസസ്മെന്റ് ഇയർ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ അസസ്മെന്റ് ഇയർ ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 12 ലക്ഷമാണെന്ന് വിചാരിക്കും. ആ 12 ലക്ഷത്തിൽ എനിക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനുണ്ട്, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ഡൊണേഷൻ ഉണ്ടെങ്കിൽ ഡൊണേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇതെല്ലാം ഡിഡക്ഷൻ എല്ലാം ക്ലെയിം ചെയ്ത് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 6 lakh ആണെന്ന് വിചാരിച്ചു. 6 lakh ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 6 lakhൽ നിന്ന് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി? 5,50,000 ആയിട്ട് മാറി. അങ്ങനെ 5,50,000 ആവുമ്പോൾ 5,50,000 മേലെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരിക ചെറിയൊരു എമൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ TDS ആയിട്ട് ഞാൻ അടച്ച എമൗണ്ട് എനിക്ക് റീഫണ്ട് ക്ലെയിം ചെയ്ത് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫോർ എക്സാമ്പിൾ 12 ലക്ഷം എനിക്കൊരു മാസ വരുമാനമുണ്ട്. അതിൽ ഞാൻ ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 ലക്ഷം രൂപ ഡിഡക്ഷനൊക്കെ ക്ലെയിം ചെയ്ത് എല്ലാ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി? 9 lakh ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആ 9 lakh മേലെ ഞാൻ ടാക്സ് ലയബിലിറ്റി കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ ആ 9 lakh മേലെ ഞാൻ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 3 lakh ആണെന്ന് വിചാരിച്ചു. 3 ലക്ഷം ഞാൻ TDS ആയിട്ട് അടച്ചത് ഫോർ എക്സാമ്പിൾ 2 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? 3 ലക്ഷം ഞാൻ അടയ്ക്കാനുണ്ട്, 2 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു? TDS ആയിട്ട് അടച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ബാലൻസ് എന്ത് ചെയ്താൽ മതി? 1 ലക്ഷം അടച്ചാൽ മതി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ പെയർ വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഫോം 16 or 16A1 to the payee and the payee will get credit of TDS and his tax liability shall be reduced to that of extent. അതായത് നമുക്ക് ക്രെഡിറ്റ് കിട്ടും. വേറൊന്നുമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ ത്രൂ ഔട്ട് ഈ പ്രീവിയസ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തു? എല്ലാ മാസം 10,000 വെച്ച് അടച്ചു. ഇനി ടാക്സ് അടയ്ക്കേണ്ട അസസ്മെന്റ് ഇയറിൽ ഞാൻ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ 3 ലക്ഷം അടയ്ക്കാനുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എനിക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് കിട്ടും. ബാലൻസ് 1 ലക്ഷം ചെയ്താൽ മതി, അടച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. In nutshell, the provisions are merely a mode of collection of income tax and a check on tax evasion through proper control and information. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്?
ടാക്സ് ഇവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകൾ ടാക്സ് വെട്ടിക്കുന്ന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് വരുമാനം കിട്ടുമ്പോൾ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണെന്ത് TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം TDS ഓൺ സാലറി. സാലറി മേൽ TDS പിടിക്കാറുണ്ട്, ലോട്ടറിയിലൊക്കെ TDS പിടിക്കാറുണ്ട്, പല സിറ്റുവേഷനിൽ പിടിക്കാറുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞുതരാം. സോ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ്? സാലറി മേൽ ആരാ ടാക്സ് TDS പിടിക്കേണ്ടത് ആരാ? എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി ദാറ്റ് ഈസ് എംപ്ലോയർ ഈസ് റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്. അപ്പോൾ ഞാനൊരു കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ എൻ്റെ എംപ്ലോയർ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ നിന്ന് TDS എല്ലാ മാസവും സാലറി തരുന്ന സമയത്ത് TDS പിടിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? എംപ്ലോയറുടെയാണ്. ഓക്കെ, അവർ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ വെക്കാവോ? പാടില്ല. എൻ്റെ പേരിൽ തന്നെ എൻ്റെ പാൻ നമ്പർ വെച്ചിട്ട് അവരെന്ത് ചെയ്യണം? TDS അടയ്ക്കണം. അടച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? TDSൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. കാരണം ഞാൻ അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് TDS എന്ത് ചെയ്യണം? ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യാനുള്ളതാണ്. സോ എംപ്ലോയർ എന്ത് തരണം? എനിക്ക് TDSൻ്റെ അവർ എൻ്റെ പേരിൽ അടച്ച TDSൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം. ഇനി അവരങ്ങനെ തന്നില്ലെങ്കിലോ അവരെ വിളിക്കുന്ന പേരാണെന്ത്? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വിളിക്കും. സോ ഇത്തരത്തിൽ ഡീഫോൾട്ട് വരുന്ന വ്യക്തിനാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ടാക്സ് ഷാൽ ബി ഡിഡക്ട്, എപ്പോഴാണ് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത്? ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് അറ്റ് ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് സച്ച് ഇൻകം. എനിക്ക് എല്ലാ മാസം വരുമാനം ആ ടാക്സ് മറ്റേ സാലറി തരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? TDS അവർ പിടിച്ചടയ്ക്കണം. റേറ്റ് ഓഫ് TDS, ടാക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് അറ്റ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കമ്പ്യൂട്ടർ ഓൺ ദ ബേസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഇൻ ഫോഴ്സ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് പേയ്മെന്റ് ടു എംപ്ലോയീസ് മെയ്ഡ്. TDSന് പല റേറ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാലറി ആണെങ്കിൽ 10%, അതുപോലെ തന്നെ പല പ്രൊഫഷണൽ റെസിപ്റ്റിന് വേറെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ലോട്ടറി ആണെങ്കിൽ 30%, അങ്ങനെ പല റേറ്റ് ആണ് TDSന്റെ റേറ്റ് ഉള്ളത്. സോ TDS ഓൺ വിന്നിംഗ് ഫ്രം ലോട്ടറി വിന്നിങ്ങോ അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസി എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 30% നിങ്ങൾ എന്ത് ചെയ്യണം? TDS അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ലോട്ടറിയിൽ നിന്നോ ക്രോസ് വേർഡ് പസിൽസിൽ നിന്ന് നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വിന്നിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപയിൽ താഴെയാണ് വിന്നിങ് കിട്ടുന്നതെങ്കിൽ TDS പിടിക്കില്ല. 10,000 രൂപക്ക് മുകളിലാണ് നിങ്ങൾക്ക് വിന്നിങ് എമൗണ്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? TDS നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടി വരും. നിങ്ങളായിട്ട് അടയ്ക്കുകയല്ല ചെയ്യുന്നത്, ആ തരുന്ന വ്യക്തി, ആ 10,000 രൂപ ലോട്ടറി തരുന്ന വ്യക്തി ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? നമ്മളുടെ പേരിൽ TDS അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, സോ ഇതാണ് വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടാക്സ് പോയിന്റിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ 10,000 രൂപക്ക് മുകളിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 12,000 അടിച്ചു കഴിഞ്ഞാൽ TDS എന്ത് ചെയ്യേണ്ടി വരും? 30% അടയ്ക്കേണ്ടി വരും. അത് ലോട്ടറിയുടെ കേസിലേക്കാണ് 30% TDS വരുന്നത്. സാലറിയുടെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് 10% ആണ് TDS വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്സ് ഓഫ് TDS. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് TDS പിടിക്കുന്നത് എന്നാണ് നോക്കുന്നത്. സാലറിയിൽ പിടിക്കും, പേയ്മെന്റ് കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്. ഇപ്പോൾ PWD ഒരു വർക്ക് ഞാൻ എടുത്ത് ചെയ്തു, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു വർക്ക് ഞാൻ എടുത്ത് ചെയ്തു. ആരാ പേയ്മെന്റ് നൽകുന്നത്? എനിക്ക് കോൺട്രാക്ടർ ഞാനാണ്, PWD ആണ് എനിക്ക് പേയ്മെന്റ് തരുന്നത്. അപ്പോൾ PWD എന്ത് ചെയ്യണം? എനിക്ക് ആ 10 ലക്ഷം രൂപയാണ് തരുന്നതെങ്കിൽ 10 ലക്ഷം രൂപയിൽ നിന്ന് 10% TDS പിടിച്ചിട്ട് എൻ്റെ പേരിൽ അവർ അടയ്ക്കണം. ഓക്കെ, സോ പേയ്മെന്റ് കോൺട്രാക്ടർ. കമ്മീഷൻ പേയ്മെന്റ്, കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ മേലെ TDS പിടിക്കണം. സെയിൽ ഓഫ് ഹൗസ്, വീടിന്റെ ഹൗസ് സെയിൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്താണ്? ഇൻഷുറൻസ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഇതുമേലൊക്കെ എന്ത് പിടിക്കും? TDS പിടിക്കും. അതുപോലെ തന്നെ റെന്റ് പേയ്മെന്റ്, പ്രൊഫഷണൽ ഫീസ്. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ തന്നെയുള്ള എന്താണ് ടീച്ചിങ് പ്രൊഫഷൻസ് ഒക്കെ ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അവരുടെ ഒക്കെ എന്ത് പിടിക്കും? TDS പിടിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് നടത്തുന്നവർ, വിന്നിംഗ് ഫ്രം ഗെയിംസ് ലൈക്ക് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഈ സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? TDS പിടിക്കുന്നത്. അപ്പൊ TDS ഏതൊക്കെ സാഹചര്യത്തിലാണ് പിടിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടാക്സ് പ്ലാനിങ് ഡിസ്കസ് ചെയ്തു, ടാക്സ് ഇവേഷൻ ഡിസ്കസ് ചെയ്തു, ടാക്സ് അവോയ്ഡൻസ് ഡിസ്കസ് ചെയ്തു, ടാക്സ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തു, മോറോവർ TDSനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. സോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.